ഹലോ ഇതെന്തോ ടൈ കെട്ടിയേക്കുന്നോ? മിക്കവാറും വെക്കേണ്ടി വരും. ആ ഉഷയമ്മ ഗുഡ് മോർണിംഗ്, അമ്മ ഗുഡ് മോർണിംഗ്, അണ്ണാണി ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ കിടുവാണേ, അപ്പം എൻ്റെ കിടുവാണേ. തണുപ്പടിച്ച അണ്ണാണിക്ക് വെട്ടായ മോനെ. ഇതാരാ കിടക്കുന്നത്? കണ്ട ചേട്ടന്ന് പണിയണം. അതെ, ഇരട്ട പറ്റം. അവൻ ചിരിക്കുന്നു ഇരട്ട പറ്റെന്ന് പറഞ്ഞാൽ. ഇതെന്തോ നിങ്ങളാരും തിരിച്ചൊന്നും പോകുന്നില്ല. എന്തോ ഇത് ഒരു വണ്ടി നിറ എന്തോ പറ്റി ചേച്ചി? ഒരു വിഷമം പൊള്ളി ഏതാന്ന് ബീഫ് കറി വെച്ചപ്പോ അവിടെ ഇതുപോലെയോ? എൻ്റെ മോൻ പന്ന ചെറുക്കനാ? ഉഷമ്മയുടെ കുഞ്ഞാ? ഉഷമ്മയുടെ കുഞ്ഞല്ലേ? കള്ള 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 കുഞ്ച കള്ളത്തരം നോക്കി വിടാനോ? മേടിക്കണ്ടേ നമുക്ക്? നെറ്റ് മുറിഞ്ഞോ? മുടി മാറ്റിക്കേ, നെറ്റിന്റെ മുടിയൊന്ന് മാറ്റിക്കേ. അണ്ണാണ്ടി രാവിലെ കൊച്ചിനെ വിഷമിപ്പിക്കല്ലേ. എങ്ങനെയാ വീണേ? ആരാ മോനെ തള്ളിയിട്ടേ? അച്ചാച്ചി മോനെ കഥകിന്റെ അടുത്ത് കൊണ്ട് ഇടിപ്പിച്ചോ? എന്തിനാ ചേച്ചി കൊച്ചിനെ കൊണ്ട് ഇടിപ്പിച്ചേ? ടീച്ചറാ എഴുതിപ്പിച്ചോ മോനെ? എങ്ങനെയുണ്ട്? ശരീരം മൊത്തം വേദനയും ചുമയും. തണുപ്പുണ്ടോ? നല്ല സാരിയാണല്ലോ. അപ്പർ ബർത്ത് ടിക്കറ്റ് എടുത്ത് അണ്ണാണി പറഞ്ഞിട്ട് പിന്നെ അല്ലാണ്ട് അണ്ണാണിയുടെ ഒറ്റ വാശി പുറത്തെടുത്താമേ. അല്ലെങ്കിൽ അമ്മയ്ക്കല്ല അപ്പർ പുറത്തെടുക്കുമോ? ബസ് സുലമയ്ക്ക് മേളിൽ കയറാൻ അറിയായിരുന്നോ? പൊക്കത്തില് മോൻ പിടിച്ചു കേട്ടണ്ടേ? ഇപ്പോഴാ അമ്മൂനെ കണ്ടത്. അമ്മൂന്റെ കുഞ്ഞ് അമ്മൂനെ പോലെ തന്നെ ഉണ്ടല്ലോടാ. ഒരാളിൽ കയറില്ല, എൻ്റെ മേത്തൂടെ കയറിയിട്ട് ഇറങ്ങിയതാ. ഗുഡ് മോർണിംഗ് പറയുന്നില്ലേ? ഗുഡ് മോർണിംഗ്. നമ്മുടെ അവിടെ ഇത്ര നടപ്പ് നമ്മുടെ വീട്ടിലോ? ഇതെന്താ ഇത്? കങ്കാരുവാ? മേഘന പ്രസവിച്ചു. ആൺകുട്ടിയാ ആൺകുട്ടിയാ. ഇതുപോലെ വയറ്റി കിടന്ന് അവൻ വേണേ ചുരുളുകയും ചെയ്യും. ആ കൊഞ്ചുന്ന കുഞ്ഞിന് ആ കൊഞ്ചുന്ന മുഖം ഒന്ന് കാട്ടെ. എന്തുവാണ് കൊച്ചിനെ കഴിക്കണം മാർക്കും? ആ മുഖം ഒന്ന് കാട്ട്. ആരാ പറഞ്ഞ മോനെ ഉഷമ്മ പോവാന്ന്? ഈ അച്ഛയാ? വഴക്ക് പറഞ്ഞാലോ? അടി കൊടുക്കണോ? ഒരു കാര്യം ചെയ്യാം, ഉഷമ്മയെ കൊണ്ട് അടി കൊടുപ്പിക്കാം. മോഹൻ ചേട്ടനെ കണ്ട രാവിലെ? അപ്പം ചേട്ടൻ മിനിയമ്മ ചോദിച്ചു എന്തേ കിടു വരാഞ്ഞെന്ന്. ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് ചിത്തവണ കിടു എന്തിയെന്ന്. തൽക്കാലം കിടുവിന് വരെ ഞാൻ കിച്ചുവിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കിച്ചു പോയടാ. ഏത് കിച്ചു വന്നാൽ എന്ത് പോയാലും എന്തെന്നല്ലടാ. കിച്ചു നാളെ വരും, നാളെ രാവിലെ വരും. ആണല്ലേ കിച്ചുമാമ? കിച്ചുമാമ ചിരി വരുന്നു. നെറ്റി നോക്കിയേ. എന്താ പറ്റിയെന്നൊന്ന് പറഞ്ഞു കൊടുത്തടാ. അച്ചാച്ചി എന്തോ ചെയ്തേ? എന്തോ മക്കളെ അച്ചാച്ചി ചെയ്തേ? മറ്റേ പാരച്ചൂട്ടിന്റെ എണ്ണം മറ്റേ മൊത്തം നിലത്തേക്ക് ഇറങ്ങുന്നു. ഇല്ല, നേരത്തെ അവിടെ വീട്ടില് നിലത്തിട്ടേക്ക്. മക്കളെ പറ എന്തോ പറ്റിയെന്ന് പറയാം. നെറ്റിക്ക് എന്നാ പറ്റിയാ? എന്നോട് പറഞ്ഞു അച്ചാച്ചി കൊണ്ട് വാതിൽ ഇടിപ്പിച്ചാന്ന്. ക്ഷമന്റെ കട്ടൻ കാപ്പി കട്ടൻ തുറന്നൊക്കെ കാണിച്ചു കണ്ടോളെ. കുറച്ചെങ്കിലും ഓട്ടം തുടങ്ങും ഇപ്പൊ. ഇതിന് ഉറക്കമൊന്നുമില്ലായിരിക്കും. ഇതാണോ തട്ടത്തിമറയത്ത്? ഐ അണ്ണാപ്പി മാതൃകാ ദമ്പതികൾ. കുറച്ച് മുന്നേ കിടു കയ്യിലിരുന്ന പോലെയുണ്ട്. പൊതിഞ്ഞു മേടി.
കോട്ടിൻ്റെ അകത്ത് കൊള്ളും. ഒരു പൊതിച്ചിൽ പൊതിയുന്നുണ്ട്. ഇച്ചു പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നെ വിളിച്ചു, ചേച്ചി പിന്നെ തുമ്പിയുടെ ഡാൻസിൻ്റെ പരിപാടിയുണ്ട് ഇന്ന് രാത്രി, ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത് ഒരാഴ്ച മുന്നെയാണ്. എന്നോട് പറയുന്നു ഫോട്ടോ എടുത്തിട്ട് വന്നു. അത് ഇന്നലെ വരാനിരുന്നാവും രാത്രി തന്നെ പോയിട്ട്. ആ പേര് ചേച്ചി ഞാൻ എന്തുണ്ട് ചേച്ചി പറഞ്ഞ അതുപോലെ ഞാൻ ചെയ്യും, എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു നീ ഫോട്ടോ എടുത്തിട്ട് വന്നാൽ മതിയെന്ന്. അതിനൊരു മനസ്സമാധാനം ഇല്ല. കാരണം ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകല്ലേ. എൻ്റെ അടുത്ത് ചേച്ചി അന്നാ ഞാനില്ലാണ്ട് എങ്ങനെ ശരിയാവുന്നത്, നീയോ നീയില്ലെന്ന് ശരിയാവൂലടാന്ന് പറഞ്ഞു. അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴേ അവനും കൂടെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വിടണമെങ്കിൽ അവൻ പോയി കാര്യം ചെയ്തിട്ട് വരണ എല്ലാം എടുക്കല്ലോ. അവൻ നോക്കിയപ്പോൾ നാളെ കണ്ണാപ്പി ലീവ് എടുക്കുന്നു, അവരങ്ങോട്ട് വിടുന്നു, അച്ചു വന്നു, എല്ലാവരും വന്നു. അവനില്ലാതെ തന്നെ വെപ്രാളവും മെമ്പർ എന്നോട് ഇന്ന് രാത്രി ചെല്ലുന്നു. അവൾക്ക് 8 ഡാൻസ് ഉണ്ട് തുമ്പിക്ക്. ഞാൻ ചേട്ടാ അപ്പോൾ ഡാൻസ് കഴിഞ്ഞല്ലേ വരുള്ളൂ. അവൾ മേക്കപ്പ് ഇടുന്നു, ഞാൻ 4 ഫോട്ടോ എടുക്കുന്നു, ക്യാമറ കൈമാറുന്നു, ഞാൻ വരുന്നു. അടുത്ത വണ്ടി രാത്രി 11:30 ട്രെയിനുണ്ട്, അതിന് കയറി രാവിലെ ഇവിടെ എത്തുന്നു. ഞായറാഴ്ച രാവിലെ. ബുക്ക് ചെയ്യുമല്ലോ. വേറൊരു കോമഡി ഉണ്ട്, അതിൽ പറയാൻ കൊള്ളൂല. ഞാൻ പല്ല് വെച്ചതാണ്ട് എനിക്ക് ബ്രഷ് പേസ്റ്റ് തന്നതാ ക്ഷമ, അല്ല ഞാൻ കൊണ്ടുവന്ന പേസ്റ്റ് അല്ല. അതിലെന്തോ കിച്ചു എന്തെങ്കിലും പറഞ്ഞോട്ടെ. എടാ കിച്ചല്ലടാ അച്ചടാ, അവൻ അച്ചു കിച്ചും കണ്ണു. ഇത് മൊത്തം നിന്റെയാണോ ഇതെല്ലാം? അച്ഛനൊന്നുമില്ല. അച്ഛൻ തോറ്റു. പഠിപ്പിക്കുവാണോ? എങ്ങനെയാ കളിക്കണ്ടേ? ഇങ്ങനെ വാരി നെഞ്ചത്തോട്ടിടണം? പിന്നെ ഉണ്ടാക്കണോ? ഒന്ന് ഉണ്ടാക്കി കാണിച്ചേ. അങ്ങനെ വെക്കും. അത് അച്ഛൻ അറിയത്തില്ല. ഒരുപാട് പല്ലേക്കുന്നു. ഉഷമ്മേ വിളിക്കുന്നു മീൻകാരൻ വിളിക്കുന്നു. യൂട്ടേൺ എടുക്കുന്നു. ഇവിടുന്ന് വേണ്ട ഓടി എറിഞ്ഞിടി ചേച്ചി. തിന്നോളെ. മീൻകാരൻ വരുന്ന മീൻപെട്ടിന്ന് എടുത്തു തരാം. അവൻ ഐസെന്ന് പറഞ്ഞാൽ അറിയില്ല. അതിൻ്റെ കൂടെ ക്രീമും കൂടെ ചേർക്കണം. കൂട്ടുകാരൻ വിളിക്കുന്ന കൂടെയല്ലേ. നോക്കമ്മേ, ആ ഓമയ്ക്ക പറിക്കാൻ വേദനയായിരുന്നു. ഇവിടെ എല്ലാവരും പഴുത്തിട്ട് ഞങ്ങളുടെ ഓമയ്ക്ക ഞങ്ങളുടെ കർമൂസ ഓമയ്ക്ക അത് ഇതല്ലേ തണ്ണിമത്തൻ. അത് ബത്തക്ക, തണ്ണിമത്തങ്ങ ബത്തക്ക, ഇത് കർമൂസ. ഇതായിരുന്നു എന്റെ സങ്കല്പത്തിലെ കർമൂസ വലിയൊരു തണ്ണിമത്തനാ. ഞങ്ങളുടെ കർമൂസ. കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ മണ്ണിന്റെ അടിയിൽ നിന്ന് പിഴുതെടുക്കുന്നത്. കപ്പ തലയിൽ വരുന്നേ. തലൈവി അതേ ബോധത്തോണ്ട് വരുന്നത്. സുലജന ദേവി അവറുകൾ തലൈവി ആ പിടിച്ചിട്ട് തല പിടിക്കാൻ പോയതാ. കുഞ്ഞാടെ കൂട്ടുകാരനെ ഒളിക്യാമറ വെച്ച് കാണിക്കുക. ലൈറ്റ് ഓഫ് അപ്പൊ കാണില്ല. ആ ശരിയാണ്. കോപ്പിറൈറ്റ് ഉണ്ടാക്കുന്നുണ്ടോ അത്രയാള്? അച്ഛൻ ഒന്ന് കെട്ടിപ്പിടിച്ചു. അച്ചു ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്താ നോക്കട്ടെ എന്താ അവസ്ഥ. ഞാൻ എടുക്കല്ലേ. കടി കിട്ടി. ആവശ്യം ഒട്ടും മോശമല്ലോ. അവരുടെ അമ്മയും മോനോടാ. അവനും അവന്റെ രുഷമേ എന്നാ കിടു ഇങ്ങോട്ട് നോക്കിയേ. എന്റെ അമ്മ കൊണ്ടുപോയിക്കോളെ, എനിക്ക് കൊണ്ടുപോയിക്കോ, എനിക്ക് വേണ്ട. വേറെ കാര്യമുണ്ട്. സുലോമ്മയുടെ മക്കളെ ഞങ്ങളാ. എന്റെ സുലോമ്മ, അണ്ണാന്റെ സുലോമ്മ. സുലോമ്മ തൊട്ടുണ്ടല്ലോ. ഇതൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. കുഞ്ഞാ ചേട്ടാ എന്റെ ഭാര്യനെ ഒന്ന് വിളി. മൊബൈൽ വേണോ ഉഷേമ വേണോ? മൊബൈൽ. ശരി ഉഷേമ നമുക്ക് പോയാലോ? വേണ്ട വേണ്ട. മൊബൈൽ യൂസ് ചെയ്യും. അച്ഛൻ്റെ അടുത്ത് പോയി ഉഷേമ. നിനക്ക് മൊബൈൽ പോലെ
ഉഷമ്മയുടെ മൊബൈലിനോട് അനങ്ങുന്നുണ്ടോ ഇത്? എനിക്ക് തോന്നുന്നു ഏത് ചെറുതായിട്ട് ചെറുതായിട്ട് ഫില്ല് ചെയ്തില്ല അല്ലേ? ഏട്ടനറിയത്തില്ലേ? എനിക്കറിയായിരുന്നു. ഞാൻ വന്നപ്പോഴേ അമ്മുക്കുട്ടി എന്ന് വിളിച്ചോണ്ടാണല്ലോ വന്നേ. കുടുംബത്തിലെ ഇത് 3 പേരും അമ്മുവാണ്. ഇത് സീതത്തോടമ്മു, സംടൈം അല്ല മലപ്പുറം അമ്മു. ഇത് കണ്ണൂരമ്മു, ഇത് വയനാടമ്മു. മലപ്പുറം, കണ്ണൂർ, വയനാട് 3 അമ്മു, 3 അമ്മുമാര്. അമ്മൂമ്മ സിനിമയിലെടുത്തു. അതെ, അമ്മൂമ്മേന്റെ സിനിമ. ജയന്റെ ഫാനല്ലേ? ജയന്റെ ആണല്ലേ? ജയന്റെ പഴയ സിനിമയിലെ. അതെ. ആണോ? ഉള്ളൂ. പ്രേം നസീർ കഴിഞ്ഞിട്ടേ ജയനുള്ളൂ കേട്ടാ. ആണല്ലേ? നസീറിന്റെ ആളാ. അച്ചാച്ചി വീട്ടിലെ അമ്മു. നസീർ, ശാരദ, ഷീല, ജയൻ. പിന്നെ ജയൻ ഒത്തിരി കഴിഞ്ഞാൽ സോമനും ഒക്കെ കഴിഞ്ഞാൽ അയ്യോ അയ്യോ കല്ല് തന്നെ. കല്ല് തന്നെ. സ്കൂബിയേ പച്ചമുട്ട ഇരിപ്പുണ്ടോ? വരിക. നിർമ്മല സമ്മതിക്കത്തില്ല. 9 മണിക്ക് ശേഷം ഇവിടുത്തെ അച്ഛനെ പോലും മുറിക്കത്തില്ല. എന്നോട് കുറച്ചു, എന്നെ അറിയാണ്ട് കുറച്ചാന്ന് പറയാ. അവനെ ഇഷ്ടമല്ല കിച്ചുനെ. ഇല്ലേ? കിച്ചുനെ കണ്ണിനെ കണ്ടൂടാ. എന്റെ ചൂവി ഇന്ത്യയെ ചൂവി തന്നെ പുറത്ത്. നമ്മുടെ അവിടെ നിന്ന് വന്ന പൊട്ടിയ അല്ല, ഗോപി പഠിക്കൂല. താഴത്തെ വീട്ടിലെ ചേച്ചി അത്. നടക്ക്. ഇത് തമ്മിൽ അടി. അച്ഛനും മോനും. അച്ഛനും മോനും വന്നോ? ഇന്ന് അച്ഛനെ കൈയും കൊണ്ടുപോകും. എന്റെ കൈ അങ്ങനെ പോകുന്ന പോട്ടെ. ഇത് തന്നെ. അയ്യോ മോളെ ഇവളെ കൊണ്ടുപോകണം. ഇപ്പൊ തരും. കല്ലു തന്നെ. കല്ലു തന്നെ. ഇവിടെ മരിച്ചുപോയില്ലേ അമ്മ? ഇപ്പൊ കല്ലു അച്ചാച്ചിയുടെ കൂടെ നടക്കുന്നത് ഇത് തന്നെ. ഞാനല്ല ചേച്ചി പറഞ്ഞു ഇവിടെ ഉണ്ട്, വരുമ്പോ കാണാമോ? ഇതെങ്ങനെ എത്തുന്നു? ഇതൊക്കെ എത്ര വയസ്സായി? എന്നാലും സാറ് 4 വർഷം കൂടെ എന്റെ കൂടെ കാണും. ഞാൻ കൈ ഒന്ന് കഴിയും. അവിടെ കല്ല് തന്നെ. ഓ അച്ചു ഇവിടെ കണ്ടുണ്ടായിരുന്നു. മോനെ ചുണ്ടിരി കരടി. നമ്മള് ദിത്തി ചേച്ചി ഇല്ലാണ്ട് കാണാൻ പാടില്ല, കണ്ണടക്കണം. അതെയോ? എന്നോട് ഞാനില്ലാണ്ട് കാണാൻ പാടില്ല. വരുന്നുണ്ടോ? വേറെ ഇത് കടലാസ് ചെടിയല്ല. അമ്മോ അതാ ചേച്ചി ഇറങ്ങിയെന്ന് തോന്നുന്നു. വിളിക്കുന്നു അമ്മേന്ന് കേട്ടോ. ഒരു അമ്മ കേട്ടു. അണ്ണാണിയാണോ? അണ്ണാണി എപ്പോഴും വിളിയാ അമ്മ അമ്മു തീത്തിന്ന്. ഓഫർ ഇത് പറഞ്ഞേക്കറിയുമ്പോ 1 മണിക്കൂർ മിണ്ടായിരുന്നു 500 രൂപ ഇടയ്ക്ക് അമ്മ വരെ വന്നിട്ടുണ്ട്. ബാക്കി നിർത്തിയിട്ടുണ്ട്. അമ്മുവാണോ അമ്മയാണോന്ന് അറിയത്തില്ല. ഞങ്ങൾ വീട് കാണാൻ പോവാം. ഞാൻ പാലുകാച്ച് കാണാൻ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് പറയട്ടെ, ഇൻട്രോ പറയട്ടെ. ഹായ് ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് കുഞ്ഞാവയുടെ വീടിന്റെ കയറി താമസം കാണാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ വീട് കാണിക്കരുതെന്നാണ് ശാസ്ത്രം. പക്ഷേ നമ്മൾ കാണിക്കും. നമ്മൾ ശാസ്ത്രം തെറ്റിക്കും. ശാസ്ത്രം തോറ്റു. ഞാൻ ജയിച്ചു. ബാ. ഇന്നലെ വന്ന് നോക്കുമ്പോ മൊത്തം ആരെന്നോട് വിളിച്ചത്? ആരാ തൂത്തു വരുന്നത്? നമുക്ക് അടുത്ത് പോയി നോക്കാം. എന്നുണ്ട് വിശേഷമൊക്കെ? സുഖം.
പണിയൊക്കെ തന്നെ കുറേ പണിയല്ലേ? ഇല്ല ഒന്നുമില്ല, ഞാൻ വൈകുന്നേരം വന്നാ. ഞാൻ എവിടെ പോവാ? ഇതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. കണ്ണാടി എന്റെ ഫോൺ അമ്മുവിന്റെ ബാഗ് സുലുവമ്മയുടെ ബാഗ് രണ്ടുപേരും താത്തു വെക്കൂല. കണ്ണൂരമ്മ. ബാഗ് എടുക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്റെ ബാഗ് ഞാൻ കൊണ്ടുവിടാം. ഇവിടെ തട്ടിക്കൊണ്ട് പോയാലോ? മാടി നിന്നെ തട്ടിക്കൊണ്ട് പോട്ടെ. എന്നേലും അല്ല, ഇവിടെ കിട്ടുന്നുണ്ട്. കല്ലിറക്കിയിട്ടില്ല, സമയം കിട്ടില്ല ലാസ്റ്റ്. അതുകൊണ്ടാണ് അതാ ഇവിടെ കുറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കുഞ്ഞാവല്ലേ പറഞ്ഞു തരണ്ടേ? ഞാൻ പറഞ്ഞു തരുമ്പോൾ ആൾക്കാർ കൊടുക്കില്ല. ഞാൻ എപ്പോഴും ഇവിടാത്ത സത്യം എന്ന് പറഞ്ഞാലും പിന്നെ അമ്മ ഇതിപ്പം നടപ്പാഴയല്ലേ? ഇതിപ്പം ഇത് റോഡാവും. ഇത് വാങ്ങിച്ചു ഇതിപ്പോൾ ഈ ചെമ്പരത്തി എടുത്ത് കളയുമ്പോൾ താഴേക്ക് റോഡാവും. എന്തായാലും പൈപ്പ് ലൈൻ വരുമ്പോൾ ഈ ചെമ്പരത്തി പോകും. ഇങ്ങനെ വീട്ടിലേക്ക് ഇനി കാർ ഇറങ്ങണം. പോസ്റ്റ് മാറ്റി കുറിച്ചു. അമ്മ രാവിലെ എനിക്ക് സാരി എടുത്ത് തരുമോ? എനിക്ക് നാളെ ഇവിടെ കുടുംബിനിയാണ്, കുടുംബക്കാരുടെയൊക്കെ മുന്നിൽ കുടുംബിനിയാണ്. കിച്ചു ഇപ്പം അവിടെ അരങ്ങേറ്റത്തിൻ്റെ അവിടെ ഫോട്ടോ എടുക്കും. അയ്യോ എനിക്ക് ഇറങ്ങിയില്ലേ? ഇല്ല, ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തോ ശ്വാസം മുട്ടിയവൻ. ഓ കളഞ്ഞ് ഐശ്വര്യത്തോടെ ഒന്ന് നോക്കിയപ്പോൾ വേണ്ട ആ നിൽക്കുന്ന സാധനത്തിനെ കണ്ടേ കളഞ്ഞ്. അതെ, കുറച്ചുകൂടെ എക്സ്ക്ലൂസീവ് ആയി. അങ്ങനെ അടിക്കാൻ വളരെ പെണ്ണോട് ചന്തോത്തിനാണ്. വീട് പിന്നെ കാണിക്കാം. പുറമേ പോയി. ശരി, ഇവരാരും പോയാൽ കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമൊക്കെ പോയതാ. ഒരു സാരി എടുക്കാനുണ്ടായിരുന്നു അവിടെ. അയാൾ തന്ന 3 സാരി, നല്ല സാരി. അമ്മയുടെ കുഞ്ഞെവിടെ? എന്നിട്ട് എന്തുണ്ട് വിശേഷം? ലൈറ്റ് ഒക്കെ ഉണ്ടോ? നമുക്ക് ഇത്ര സമയം എടുത്തൊന്നും കണ്ടില്ല. പണി സാധനം ഒന്നും കൊണ്ടിട്ടില്ല. നല്ല വീടാ. കുഞ്ഞാവയുടെ കുഞ്ഞാവയുടെ ഏറെ നാളത്തെ സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിക്കാൻ പോകുന്നു ഗൈസ്. അതായത് അവരുടെ കുടുംബത്തിലെ ആദ്യകാലം തൊട്ടുള്ള ആഗ്രഹം. അതെ അതെ അതെ. ആ അവന് വീട് വെക്കണം, കല്യാണം കഴിക്കണം, അത് മാത്രമേ ഞാൻ കേട്ടിട്ട്. കെട്ടണം, വീട് വെക്കണം, ഇടയ്ക്ക് വിശക്കുമ്പോ അങ്ങോട്ട് പറയും. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഓടിച്ചിട്ടാട്ടോ പണി തീർത്തേ. ഇന്നലെ ഇതൊന്ന് കാണുമായിരുന്നു. താറൊക്കെ ഞാൻ വിചാരിച്ചില്ല ഇത്രയൊക്കെ തുടച്ചെടുക്കണം. ആ അല്ല 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 ആ മൂല മാത്രമേ ഇടാനുള്ളായിരുന്നു. ഇന്നലെ ഇവിടെ ഇട്ടാ ഇവിടെ അല്ല ഇട്ടാ മൂല ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ കാണിക്കാം. മുമ്പിലത്തെ വീട് കണ്ടിരുന്നോ? ആ ഇല്ല 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 ഇല്ല. അതുകൊണ്ടാണ് ഇതിന് മുന്നത്തെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അത് പൊളിച്ചിട്ട് ടൈൽസ് പൊളിച്ചിട്ട് ഇതിട്ട് തരട്ടെ എന്നാ. പിന്നെന്താ ഇനി ഇവിടെ ക്ലീൻ ചെയ്യാൻ ഇതാ നല്ല. പെട്ടെന്ന് അഴുക്ക ഇതൊന്നും അറിയാൻ പറ്റില്ല. ഇതാ ഇതിനൂടെ വെള്ളയാ. അതൊന്നും അഴുക്ക് പിടിക്കൂല. കഴിഞ്ഞില്ലേ? നീ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ പതുക്കെ വന്ന് നോക്കും. കൂറത്തുണി അവിടെ അടുത്ത പറ. ആ പറ പറ. കുറച്ച് പട്ടിക്കുഞ്ഞ് അപ്പുറത്ത്. ഈ വീട് അടുക്ക്. ആ പട്ടിക്കുഞ്ഞ് ഞാനിവിടെ കിടക്കുന്നില്ലായിരുന്നേ. സാരമില്ല. അമ്മയുടെ കൂട്ടല്ല, എന്റെ അമ്മായിയമ്മ സ്നേഹമുള്ള എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാത്തോണ്ട് ഇവിടെ ഒരു പണിയില്ല. ഞാൻ എന്റെ മുറി കുവി ഗർഭിണിയാ. കുവിയോ? അച്ചാച്ചിന്റെ കല്ലുവിനെ പോലെ ഇരിക്കുന്നു. അച്ചാച്ചി കല്ലു വന്നുകൊണ്ട് മുട്ട കൊടുത്തിട്ട് പുറകെ കിടപ്പുണ്ട്. അച്ചാച്ചി കല്ലുവിന്റെ പുറകെ കിടക്കും. അതിനിപ്പോ എന്താ? പക്ഷെ എനിക്ക് വീട് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ടൗണിയൊക്കെ 8 മുറ്റത്തെ വരുമ്പോഴാണ് അടിപൊളി. ആ സമയമില്ല ചേട്ടാ. പക്ഷേ എനിക്ക് കട്ട് ചെയ്ത വർക്ക് ഏരിയ, മിക്കവാറും മരുമകൾ പോച്ച് പുറത്ത് വർക്ക് ഏരിയ. എവിടെ ഫ്ലാസ്ക് വെച്ചാ എപ്പോഴാ വരുന്നതെന്ന് കൂടെ ചോദിച്ചേ. വീട്ടിലാ? ഓക്കെ. എപ്പോഴാ എവിടെ? അവ എപ്പോ വരുമെന്ന് ചോദിച്ചേ. 10 മിനിറ്റ് കൊണ്ട് വരും. എന്തുവാ അമ്മ ഒരാൾ എങ്ങോട്ടല്ലേ പോകുമ്പോ എപ്പോഴാ വരുന്നത് ചോദിച്ചു. ആ മുഖം ഒന്ന് ഞാൻ നടക്കട്ടെ. എന്തൊരു നിഷ്കളങ്കത. ഈ ആഴ്ച നാളെ കോഴിക്കറി ആണെങ്കിൽ ഇന്ന് പാർട്സ് വേണ്ടേ? അതായിപ്പോ എന്റെ ചിന്ത. അടുക്കള വഴി നടന്നിട്ട് വന്നാലോ? പാർട്സ് ഉണ്ടാവും. ചെറിയൊരു പാത്രമായി പിന്നെ അവൻ പാർട്സ് എങ്ങനെ മുക്കി വെക്കോ? കുഞ്ഞാമിയായതുകൊണ്ട് പിന്നെ ഞാൻ നിർമ്മലമ്മയുടെ പേര് രഹസ്യമായിട്ട് പറഞ്ഞില്ല. അമ്മയെ വിശക്കുന്ന പോലെ തോന്നുന്നു. നമ്മ ഇപ്പൊ എന്തെങ്കിലും കുറച്ചൊക്കെ സ്വഭാവം അല്ലേ? അമ്മ യൂട്യൂബ് കാണാത്തോണ്ട് നന്നായി. അയ്യോ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയോ? ഞാൻ തന്നെ ഫോൺ എടുത്ത് കോൾ ചെയ്തെന്ന് വിളിച്ച നാളെ. ഞാൻ തന്നെ ഇങ്ങനെ കുത്തി കുത്തി ഒരാളെ വിളിച്ചു. അമ്മൂന്റെ അമ്മ വെള്ളം പഠിച്ചോ? അയ്യോ അമ്മൂന്റെ അമ്മ ഇവളും കൂടി ഒന്ന് ചെറിയ വഴക്കുണ്ടായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വിളിച്ച് ഭയങ്കര കരച്ചിലും ദേഷ്യവും. ഇനി ജീവിക്കണ്ടെന്ന്. എന്താ സംഭവം എന്നറിയാമോ? ഫോണ് അത് ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പൊ ചാർജിന് വെച്ച് ഓട്ടോമാറ്റിക്കലി സൈഡ് ബട്ടൺ ഓൺ ആക്കിയാലേ ഓൺ ആക്കാൻ പറ്റുള്ളൂ. നീ ഫോൺ ലോക്ക് ചെയ്തിട്ട് പോയി പറഞ്ഞ എന്നോട്. ഫോണ് ലോക്ക് ചെയ്തോണ്ടാണ് 0% ഒന്ന് കാണിച്ചത്. തീർത്തെന്നോള് ഇവള് പറയുവാ സൈഡ് ബട്ടൺ ഞങ്ങൾക്ക് ഇതാ നീ മനഃപൂർവ്വം അങ്ങനെ ആക്കിയിട്ട് പോയത്. ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവള് പറയുന്നുണ്ട് ഇന്ന് വരെ ചാർജ് തീരാഞ്ഞിട്ടാണ്. അല്ല നീ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയി. നിന്റെ ഫോൺ നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട പറഞ്ഞു കൊടുത്ത്. ഓ മൈ ഗോഡ്.
ഓരോ വഴക്കുകൾ. അതെ, ഒരു തമ്മിലുള്ള വഴക്കൊക്കെ നല്ല പ്രത്യേകം കാരണം ഈ ലോകത്ത് അങ്ങനെ ഒരു കാരണം പിന്നീടില്ല. അതോടുകൂടി ആ കാരണം അവസാനിച്ചത്. ഇരുന്ന് ചിരിക്കുന്നു. വീട്ടിലെ ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്ത അണ്ണാണിയാണ്. എപ്പോ ഫുൾ ടൈം അങ്ങനെ വീട്ടിലെ ബിസി ഏരിയ അതായിരുന്നു. അല്ല കുഞ്ഞാവൊക്കെ ഇരുത്തണ്ട, കാരണം അതിനെ തിരിക്കുന്ന ഒരു മണിക്കൂർ ഇരിക്കും. അറിയില്ല, പെങ്ങൾക്ക് അറിയില്ല. ചുമപ്പ് ഇത് അപ്പൊ 9:50. അങ്ങനല്ല, ഇത് മണിക്കൂർ സൂചി, ഇത് മിനിറ്റ് സൂചി. പോയി 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 ഏത് ചുമപ്പും പച്ചവാ? ആ ചുവപ്പ് മണിക്കൂർ സൂചി. ചുവപ്പും പച്ചയല്ലേ ബീപ്പ് എടുക്കുന്ന അണ്ണാണ്ട് രോമോ? സോറി, ചുവപ്പ് കറുപ്പും അല്ലേ ഇത്? ചുവപ്പും നീലേ. നിങ്ങൾ അകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഇത് ബുദ്ധിയില്ലാത്തവർക്ക് പറ്റിയ സ്ഥലം കൊണ്ടു. കൊറേ നേരം ആലോചിക്കാനുള്ള വകുപ്പുണ്ട്. എല്ലാവർക്കും വാച്ച് കൊണ്ടുവന്നു, ഓരോരുത്തർക്ക് പറ്റിയത്. അണ്ണാണിക്കാകുമ്പോ ഒരു പിടിയും കിട്ടാണ്ട് മണിക്കൂർ എടുത്ത സമയം നോക്കണം. ഒരു മണിക്കൂർ ഇതില്ലല്ലോ ഇവിടെ. ഈ വാച്ച് അണ്ണാണി കിട്ടിയ ഈ വാച്ച് ഞങ്ങൾ കൊടുക്കുന്ന 1 ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും മേടിക്കുന്നുണ്ടോ? പൂച്ച കുഞ്ഞിന് പോലും വേണ്ട. അതന്നെ ആരാ പറയുന്നത്? അണ്ണാണി ഇങ്ങനെ തരാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ആ, ഓക്കെ. അതിന് മുന്നേ ഇവിടെ കണ്ടേക്കല്ലേ? ഒരു 20 മിനിറ്റ്. പക്ഷേ ഈ 15 മിനിറ്റ് ഞാൻ കുറയ്ക്കും. അമ്മൂന് കാപ്പി കൊടുക്കണമെന്ന് വരരുത്. പിന്നെ ഇത് വിളക്ക് അമ്മ പറഞ്ഞത് വിളക്കും ഉരുളിയുണ്ട്. ആയിക്കോട്ടെ. ഉരുളിയും ചട്ടുകോ. ദീപ്തി ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഉരുളിയും ചട്ടുകോ. ആണല്ലയോ? സ്വർണ്ണച്ചട്ടുകം. വാവ്. പക്ഷെ ഉരുളിക്കൊക്കെ വല്ലാണ്ട് വില കൂടി. അത് വില പറയില്ല. വില പറയില്ല, പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. പണ്ടൊക്കെ ഉരുളി വാങ്ങി വെച്ചാൽ ഞാൻ അപ്പളേ പറഞ്ഞു ഞങ്ങൾക്ക് വലിയൊരു ഉരുളി മേടിച്ചിട്ട് സ്വർണ്ണ പെയിന്റ് അടിച്ചാൽ പോരായിരുന്നു. ഇവിടുത്തെ അമ്മ എല്ലാ അമ്മമാരെ പോലെ അടുപ്പ് വെക്കൂല, കണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. കുഴപ്പമില്ല. കുക്കിയാനൊക്കെ അടിപൊളിയാ. കടി വെക്കാനാണ് മറ്റേ എന്തോന്നിത്. ഇത് പണയം വെച്ചില്ല. അതല്ലേ ഞാൻ പറഞ്ഞ മറിച്ചിട്ടാ കൊടുത്തേന്ന്. അയാൾക്ക് പൈസ ചോദിക്കുമ്പോ ഞാൻ കൊടുക്കും. എന്തായാലും നിങ്ങൾ വണ്ടി നടവടച്ചോ, നോക്കിയാട്ടെ. ഇത് ഏതാണെന്നറിയാവോ? എനിക്ക് അമ്മൂന് ഒരുപോലെ, നമുക്ക് രണ്ടും ഒരുപോലെ മേടിച്ചില്ല ഈ സാധനം. ഒരു ദിവസം നോക്കിയപ്പോ ഇത് പതുക്കെ എന്റെ കൈക്ക് വിഷം വന്നു പറഞ്ഞോണ്ട് ഊരി മേടിച്ചു. വിഷം വന്ന അപ്പൊ മോതിരല്ലേ ഇത് എന്തെങ്കിലും എന്നോട് പറഞ്ഞ് പണയം വെച്ചിട്ട് ഇല്ലില്ല, ഇത് കൊണ്ടുപോയി. അന്നേരം ഉണ്ട് വണ്ടിയുടെ അടവിന്റെ സമയം. ഞാൻ വെച്ചിട്ട് നീ അത് പണയം വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ദേ കിടക്കുന്നു. അപ്പൊ നീ പണയം വെച്ചതാ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു 12,000 രൂപ. എനിക്ക് 12,000 രൂപയുടെ ആവശ്യമുണ്ടല്ലോ. പറഞ്ഞ കൂടി പോ. അപ്പൊ ഞാൻ അത് തിരിച്ചു കൊടുക്കട്ടെ? അത് കൊടുക്കണം, നിന്റെ കടമ. കല്യാണം വരെ ഞാൻ എങ്ങനെയെങ്കിലും തൊടും. അല്ല, അത് നിന്റെ കടമ, ഇത് നിന്റെ ഉത്തരവാദിത്തം. എന്തോന്ന് ഉത്തരവാദിത്തം? ഞാൻ നിന്റെ ആരായിട്ട് വരും? ചേച്ചിയായിട്ട് വരും. ഏത് അത് വേറെ അല്ലാണ്ട് പറയുമ്പോ ഒഴിഞ്ഞു കിടക്കുന്നേ. ആർക്കാ നാണക്കേട്? അമ്മോ അതൊന്നും വലിയ നാണക്കേട്. ആ അവർക്ക് അത്ര വലിയ പ്രശ്നമില്ല, എനിക്ക് പ്രശ്നം. കിടു ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, എപ്പോഴേലും കാണിച്ചു തരാവേ. ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ടാ മേടിയോ ഞങ്ങളെ? കണ്ണൂര് ഇങ്ങോട്ട് വരാം. ഞാൻ നോക്കിയപ്പോ രണ്ടും കൂടെ ഭയങ്കര തള്ളുതലും. അനീഷേട്ടാ ഇല്ല, ദിനിലില്ല, കുഞ്ഞാവേ ഇല്ല. അയ്യോ ദൈവമേ, അവിടെ ഇൻഫർമേഷൻ കിട്ടി. വെട്ടം നോക്കി വരുന്നേ. ഞാനൊന്നും ഒരു വെട്ടത്തിന് പെടില്ലടി. പാചകരാജാവ് അല്ലല്ല, എല്ലാ വെട്ടത്തിലും പെടും. ഞാനോ നമ്മളൊന്നും ഒരു വെട്ടത്തിലും പെടില്ല. ഞാൻ വിചാരിച്ച അന്ന് തുറന്നു കാണിക്കാവോ? തിളച്ചോ? ആയി കണ്ട എന്റെ ഫോൺ ഇട്ട് കൊടുക്കല്ലേ? കറിവേപ്പിലല്ലേ? ഏഞ്ചു അടി ചുന്തിരിയേ, ഏഞ്ചു അടി. ആ എന്റെ ശുണ്ടരൻ പൊന്നാണ് ഇത്. എന്റെ ചുണ്ടരനാണ് ഇത്. എന്ത് മുഖത്തൊക്കെ ഇരിക്കുന്നത്? എന്തോ ഇത് കപ്പയോ? എന്തോ കഷ്ടപ്പെടുന്നേ? അയ്യോ പയറിന് നോവും മുറിക്കൂടിയാണ്. സഹായിക്കുന്നുണ്ടല്ലേ? ഏത്? അത് അറിയാമല്ല, അതെന്റെതാ. കണ്ണാപ്പി ഇവിടെ ഉണ്ട്. കണ്ണാപ്പി നമ്മൾ മേടിച്ച ബൾബുകൾ അവിടെ ആ മുറി വെട്ടമില്ല. ബൾബ് ചാച്ചാ, ഈ മുറിൽ ബൾബ് ഇട്ടാ കത്തുവോ? ബൾബ് ഇട്ടാ കത്തുവോ? എന്നാ ബൾബ് ഏതാടേ മാക്കാച്ചൻ? ഒന്ന് എടുത്തോട്ടെ. അപ്പടെ ചുണ്ടറിന് എവിടെയാ? ഓ ഇപ്പോഴത്തെ വീട്ടിലെ ബാത്റൂമിൽ ഒരു ബൾബ് ഇട്ടേ. അതെ അതെ, അവിടെ ബൾബേ ഉള്ളൂ. അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യുന്നേരാ. ലൈറ്റ് ഓഫ് ചെയ്യണ്ട.
പിള്ളേർക്ക് ഫോൺ കൊടുക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ കായികമായി നേരിടുന്നതായിരിക്കും. പിള്ളേർക്കോ അവര് നിങ്ങളെ ഞാനോട് ചേട്ടാ ഈ ഫോൺ ഓടുന്ന അത് എന്റെ അമ്മയുടെ ഫോണാണ്. ആരുടെ ഓഫ് ചെയ്ത് വെച്ചേക്കും. സൂക്ഷിക്കണം. മോളെ ഒരു കാര്യം ചെയ്തേ അമ്മ രണ്ട് ഈ സാധനത്തിന് ഫോൺ എടുത്തേ നമ്മൾ വരുമ്പോ തണുപ്പില്ല ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയും. എന്നിട്ട് ഇവരെല്ലാം സെറ്റിൽ ഇട്ടോണ്ട് നടക്കും. നമ്മളിങ്ങനെ കിടുകിട ഇന്നലെ കുഞ്ഞാവെ വിളിച്ച് ചോദിച്ചപ്പോ അച്ചാച്ചി ഇവിടെ ഒരു തണുപ്പ് ഒരു കുഴപ്പമില്ല. ഞാനൊരു കൂള് പിന്നെ എനിക്ക് ഈ തണുപ്പ് പ്രദേശത്ത് വരാൻ അറിയാമല്ലോ. അപ്പൊ എനിക്ക് അല്ല ഇന്ന് അനുഭവിച്ച കാലം മാറിയില്ലയോ ഇനിയിപ്പം വല്ലവരും പറയുന്നത് കേൾക്കാനല്ലാതെ അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. മുടി വെട്ടിയതല്ല, ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മുടി പരന്നിരിക്കുന്ന. മോതിരം മാറിയതുകൊണ്ട് മാത്രം ഞാൻ പുറകില്ല. അല്ലാതെ ഞാൻ ജീവിതം ആവളെ പൊട്ടിക്കുന്നു ഈ വളം പൊട്ടി. അതാ റോഡ് അങ്ങനത്തെ ഉണ്ട് ചേച്ചി. കുഞ്ഞാവ് അച്ചാച്ചിയെ കൊണ്ടുവന്നാണ് ഇപ്പൊ നമ്മൾ ലൈവായിട്ട് കേട്ടത്. ഞാൻ എന്റെ ജീവിതത്തിൽ കാര്യം പറഞ്ഞില്ല. ആ ഉള്ളത്തല്ല ഞാനിങ്ങനെ അത് ബുള്ളറ്റ് ആയിരുന്നു, എക്സ്പൾസ് ആയിരുന്നോ? ബുള്ളറ്റ് അല്ലേ? റോഡ് എങ്ങനെയായിരുന്നു 100 അത് കുപ്പി ഫ്ലാസ്ക് 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 ചേച്ചിരുന്ന ഫ്ലാസ്ക് ആണ്. സാധനങ്ങൾ എടുത്തു വെക്കുന്നതിന് മുമ്പ് അപ്പൊ ഇനി എല്ലാം പറക്കി വെക്കാൻ പോകണോ? ഇനി എല്ലാം കേട്ടാം. അതുകൊണ്ടായിരുന്നു കേട്ടത്. കുറച്ച് എടുത്തോട്ട് വെക്കും. അതെ ഇനി ആ കൊണ്ടുവന്ന് മുറ്റത്ത് കിടക്കുന്ന സാധനം എല്ലാം എല്ലാം പറക്കി അകത്ത് വയ്ക്കും. അത് പിന്നെ പാല് തിളക്കേണ്ട സ്റ്റീൽ കലത്തിലാണോ? ഉണ്ട്. അലുമിനിയം കലം ഇല്ല, ശീസല കിട്ടിയേക്കണം. സ്റ്റീല മേടിപ്പിച്ചായിരുന്നു, അത് പിന്നെ കിട്ടിയോ? കണ്ടാണ് കിട്ടുന്നേ. എനിക്ക് തന്നെ പറ്റിയത് പ്രസന്റേഷൻ അല്ല പറഞ്ഞ മേടിച്ചിപ്പോ അത് ചെയ്യില്ല. രണ്ടുപേരും രണ്ട് അടുപ്പിലൊക്കെ വെച്ച് കത്തിക്കാം. കുഴപ്പമില്ല, സ്റ്റീൽ എന്തെങ്കിലും വെച്ചാ മതി. ഇതൊക്കെ വെറുതെയല്ലേ. സ്റ്റീലായാലും കുഴപ്പമില്ല. പാല് കാച്ചാൻ ഞാൻ എനിക്ക് വേണം രണ്ടാവും ഒരു കാലം. ഞാൻ എത്ര ലിറ്റർ പാല് വേണോ ഇതിനകത്ത് തിളപ്പിച്ച് ചെറിയ കലമുണ്ട്. ചെയ്തോ. ഈ വീട്ടിൽ വെച്ച് ആദ്യം കൊടുത്ത എവളാണേ. ഇത് മരുമകൾക്ക് ഇളക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ട. അയ്യോ സോറി, ആള് മറുക്കും. അടപ്പ് വെച്ച് ഇങ്ങനത്തെ ഇല്ല മേള് പറഞ്ഞോണ്ട് ഇതിന് അടപ്പില്ല, നമ്മള് വേറെ മൂടി വെച്ചു. എന്താ ലുക്ക് നോക്ക്. ഇതെന്തറിയോ നേരെ കൊണ്ട് പൂട്ടി വെക്കും. ഇത്ര ഉള്ളൊരു കലത്തിന് നമുക്ക് അവിടെ കിട്ടിയത്. പാല് കാച്ചാനുള്ള കലം. വലിയ വിളക്കാം. ഞാൻ അവിടെ ഇരുന്ന എല്ലാ വിളക്കും പിടിച്ചിങ്ങനെ ഓരോ സ്റ്റെപ്പ് നടന്നു പോയി. എനിക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണ് ഇതാണ് ഇഷ്ടം. ഇതാണ് നല്ലത്. ഇതപ്പോ കേറുമ്പോൾ വിളക്കന്നെ റെഡി. ഈ വിളക്ക് തന്നെ. ഇത് തന്നെ മതി. നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നല്ല, അത് ഇവിടുന്ന് വേണ്ട, അവനോട് കൊടുക്ക് കത്തിക്കാൻ. അതെ, ഇത് ഞാൻ പറഞ്ഞത് കല്യാണത്തിന്റെ കെട്ടിക്കയറുമ്പോൾ ഒരു വിളക്ക് വേണം. വേറെ കൊണ്ടുവരണോ? അല്ല ഇത് തന്നെ. മറ്റേ വേറൊരു വിളക്ക് നമ്മൾ കൊടുക്കണം, അത് നമ്മളാ കൊടുക്കണ്ടേ. നാളെ ഇത് തന്നെ കത്തിക്കാം. ആ എന്നിട്ട് പിന്നെ ഇത് എടുത്തു വെച്ചിട്ട് അതെ. അവൻ എന്തേലും ഒന്ന് കൊടുക്ക. കണ്ടില്ല, അതല്ല ദില്ലിയേട്ടനെ കണ്ടില്ല. അത് തന്നെ എടുക്കാനുള്ളേ ഉള്ളു. അതെ അതന്നെ. മാറി കല്ലു. നീ കല്ലു അല്ല അതന്നെ. നീ ഇനി കല്ലു പടി, ഞങ്ങളുടെ ഒഫീഷ്യൽ കല്ലു. അത് ഇവിടെ ഇടണ്ടേ? ആ കറക്റ്റ് ആവാ. കിഴക്ക് എവിടെയാ? കിഴക്ക് അവിടെ ആണോ? 4 പേരും 4 വഴിക്ക് കൈ കാണിക്കണം. നീ അറിയാതെ നീ ഒരു അധോലോകമായി മാറുവാ. നീ വരുന്നോ? സുഖത്തോട്ടി പോ. കൂപ്പിയല്ലേ ഞാൻ കല്ലു, ഒഫീഷ്യൽ കല്ലു. കല്ല് മറി കല്ലുമായുള്ള ഇന്ന് പോലെ നീ കല്ലു എന്നറിയപ്പെടും. കൊഞ്ചുവാ
ആരോ വെള്ളം കോരി ഒഴിച്ച്. അതാരോ വെള്ളം ഒഴിച്ചെന്നറിയില്ല. കണ്ണൂത്തി കളിക്കണോ പൂപ്പണ്ണ? പൂപ്പണ്ണ കണ്ണൂത്തി കളിക്കുക? അതിന്റെ ചോദ്യം അതല്ലേ ഈ സ്വാർത്ഥത, ഒരാളെ സ്നേഹിക്കുമ്പോൾ ഭർത്താവ്. ഇങ്ങനെ തൊട്ടാ അതാ പറഞ്ഞേ. ആണോ എന്റെ കുഞ്ഞിനാരും അയ്യോ വന്ന് നിൽക്കുന്നു. എന്റെ കുഞ്ഞിനാരും ചെയ്തില്ല. ബാ എങ്ങ വന്ന് എന്റെ പൊന്നിങ്ങ വന്ന്. അയ്യോ എനിക്ക് ചെയ്തു. ആണ് എനിക്ക് കഴിയുന്നു. എന്റെ പൊന്നാണ് ഇത്. ഇതാ കൈതാ കൈതാ. അടക്കൈ കൊടുക്ക്. ഇല്ല എനിക്ക് എനിക്ക് 2 കൈ മാറി മാറി തന്നുണ്ടോ. മുറനിറക്കുന്ന പകളാൻ എനിക്കിതാ. കസേര ഇരിക്കുമെന്ന് വെച്ചോ, ഇവ വിളിച്ചോണ്ടിരിക്കും ചൊറിഞ്ഞു കൊടുക്കാൻ. നമ്മൾ ചൊറിഞ്ഞോണ്ടിരിക്കണം. ഹലോ ഇനി വിളിക്കും. കൈപിടിച്ച് വരുന്ന രസം എനിക്കതാ ഇഷ്ടപ്പെട്ടെ. ഇത് എടുക്കുന്നവരെ കാണിക്കും. കാണാൻ വയ്യുന്നവന് അവന് മനസ്സിലായോ അവനെ പറ്റി അത് കിട്ടിയെന്ന് നോക്കാം. അയ്യോ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടോ. മുഖത്ത് പോലും നോക്കുന്നില്ല. ഒരുത്തി ഇവിടെ കിടന്ന് കുഴയുവാ. അതൊന്നും കാണാൻ വയ്യ മോഹപ്പത്തി. ചിമ്പോ ബാ ചിമ്പടോ അമ്മ എന്നെ സ്നേഹിച്ചാൽ മതിയെന്ന്. സോനിയ ഒരാളിവിടെ കണ്ണാപ്പിടെടുത്തു. അങ്ങനെ ആക്കാൻ ഓർത്തിട്ടായിരുന്നു. ഇവൻ ആത്മഹത്യ ചെയ്തു. ഒരു ദിവസം ഞാൻ പതുക്കെ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തു. വിടൂല പിന്നെ. എന്തിനു പേടിക്കാനാ, വീട്ടിൽ വളർത്തുന്ന പട്ടിയല്ലേ. ഇനിയിപ്പോൾ വിളിച്ചോണ്ടിരിക്കും നമ്മളെ ഒന്ന് ചൊറിയാൻ. ഇനി നിർത്തരുത്, ഇനി ചൊറിച്ചത് നിർത്തരുത്. ഉമ്മയല്ല ചൊറിയാൻ. ഇനി അങ്ങ് കിടക്കും. അപ്പൊ നമ്മൾ കാലുകൊണ്ട് ചൊറിയണം. കൈ കൊണ്ട് മൂക്കോട്ട് കുത്തി വിളിക്കുന്ന നോക്കണേ. കൈ വെത്താത്ത വെച്ചടി നിർത്തല്ലേ. നീ നിർത്തരുത്. നിർത്താൻ എനിക്കുണ്ട് ഈ സ്വഭാവം. കൈ താത്ത് വെച്ചേ നീ. ഇന്ന് മൊത്തം ചൊറിഞ്ഞു കൊടുത്തേനെ. അമ്മ മുറി കിടക്കുമ്പോ ഇവ മുറിയുടെ വാതിക്ക് നിൽക്കും. ഒരു 9 മണിക്ക് ശേഷം ചാച്ചൻ വന്നാൽ ചാച്ചനെ മുറിക്കകത്ത് കിട്ടില്ല. അതിന് മുന്നേ ആണ് കയറിക്കണം. നേരത്തെ ചാച്ചനെ മുറിക്കകത്ത് കിട്ടില്ല, കുരയ്ക്കും. ഹെൽമെറ്റ് വെക്കാണ്ട് പോവല്ലോ, കണ്ണാപ്പി സമ്മതിക്കൂല. അല്ലാണ്ട് കണ്ണാപ്പി ഇതല്ല പരിചയമുള്ളതാണല്ലോ ഇതിന്. വേണ്ട, ഇവൻ പിന്നെ പിന്നാലെ തന്നെ പോയി പിടിക്കും. വേണ്ട വേണ്ട വേണ്ട. ഇതെന്താ പരിപാടിയാടാ? ഇതെന്തോ സംഭവം? ഞാനും അവനും കൂടെ നിൽക്കുന്ന കണ്ടപ്പോ അവക്കൊരു വിഷമം. അത്ര ഉള്ള കാര്യം. അമ്മ കട്ടറുമ്പ് താമസമുള്ള വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലൊരു സമാധാനം ഇല്ലെന്ന്. കൊറേ കുപ്പി ഉണ്ടാവും, വച്ചു എടുത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും?
ബാക്കിയൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കും. അല്ലേ പിന്നെ കുഴപ്പമില്ല. നാളെ നമുക്ക് അൺബോക്സിങ് ചെയ്യണ്ടേമോ? നീ നാളെ പോവല്ലേ? അൺബോക്സിങ് ചെയ്തിട്ട് പോയാൽ മതി. തിങ്കളാഴ്ച അത്യാവശ്യമായിട്ട് എത്താൻ. കിടു കരയുന്നു. കണ്ടോ ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ട ഇതൊന്നും എനിക്ക് മേലെ ശീലമുള്ളതല്ലോ. നീ ഷെഫല്ലേ? ക്യാമറ മാറ്റാം. ക്യാമറ ഉള്ളോണ്ട് എല്ലാം വൈറലാക്കി തരുന്നതായിരിക്കും. എന്നാ നമുക്ക് പോവാം. എനിക്കറിയത്തില്ല. ഇങ്ങനെയല്ലേ പഠിക്കുന്നേ? ആരടിയ നീ? ഡായാടാ. മോനെ മേളിൽ ഇരിക്കുന്നോടാ, എത്തുന്നുണ്ടോ? തലേണ വെച്ചേരട്ടെ പൊങ്ങിയിരിക്കാൻ. ചോദ്യം ഒറ്റ ഉത്തരം കഴിഞ്ഞു. എനിക്കൊരു പൊന്നുകളുണ്ടായിരുന്നേ. എന്റെ ഒരെണ്ണത്തിനെ തരണേ കേട്ടോ. തരുവോ? ഉറപ്പല്ലേ? വേറൊരു കാര്യം, എന്താ സംഭവം എന്നറിയോ? താനിനി എന്ത് ചെയ്താലും പൂമാല കെട്ടിത്തൂക്കുന്ന പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൂമാല കോർത്തുകൊണ്ടിരിക്കുന്നു. അടിയിൽ നിന്ന് പൂ പറിച്ച് കളയില്ല, ചിലപ്പോൾ നീ അത് ചെയ്യുകയും ചെയ്യും. കെട്ടി വെച്ചേക്കുന്നു. കഴിക്കാൻ പോയാലോ? ഇവിടെ എന്തോ ഒരു ഒച്ച കേൾക്കുന്നേ. ആ, കണ്ണാപ്പി ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു രൂപരേഖ. പക്ഷെ മുറ്റത്ത് പന്തലിട്ടേക്കുന്നതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ളതുപോലെ തട്ടിക്കൂട്ടി ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. നമുക്ക് പിന്നാലെ നാളെ കയറി താമസമല്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നാലെ നമുക്ക് കയറി താമസവും കൂടെ കാണാം. കുഞ്ഞാ കണ്ടോ? കണ്ണാപ്പി കഴിച്ചോ? കഴിച്ചു. ആ, എന്നാ കുഞ്ഞാവെ കാണുന്നില്ലേ? ആ, കൊണ്ടുപോയിട്ട് പോയോ? അതേ വരുന്നു. കഴിക്കാം. അച്ചാച്ചി അവിടെ നിൽക്കുമല്ലേ? അപ്പൊ സുലോമ നിങ്ങളുടെ അങ്ങ് പോവാ? ആ, പോവാ. അച്ചാച്ചി കുഞ്ഞാവേ, രാവിലെ ഉഷയ്ക്ക് തന്നെ അവിടെ ഭക്ഷണം ഉണ്ടാവും. ഇവിടെ ഇവർക്ക് രാവിലത്തെ കാപ്പി പിന്നല്ലാണ്ട് അല്ലേ പറഞ്ഞാലോ കുറച്ച് കഴിഞ്ഞ് ഒന്നും കഴിക്കാൻ കൊടുത്തില്ലെന്ന്. തെളിവായിക്കോട്ടെ. വീഡിയോ പിടിച്ചൊന്ന് ചിരിച്ചേ. ഹെൽമെറ്റ് വെച്ചിട്ട് ചപ്പിരിക്കുന്നു. ഓ മൈ ഗാഡ്, കുഞ്ഞാ എന്റെ മുടി ബോട്ടോക്സ് ചെയ്താൽ കുഞ്ഞാ. നാളെ എത്ര മണിക്കാ പാലയച്ചല്? ഓ, സമാധാനമുണ്ട്. പിന്നെ നമുക്ക് ഹോമം ഒന്നും ഇല്ലാത്തോണ്ട് പ്രശ്നം. ഗണപതി ഹോമം ആ പറഞ്ഞേ. പാല് തിളപ്പിച്ച് കളയുന്നതോട് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഗൈസ്. വിചാരിച്ചതിനെക്കാട്ടി പടി തീർന്നല്ലേ? ഞാൻ നിങ്ങളുടെ വർത്താനം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒന്നും തീർന്നിട്ടുണ്ട്. നീ ഒന്ന് കാണുമായിരുന്നു. ഇന്നലത്തെ എനിക്കൊന്ന് ശകലമെല്ലാം വീഡിയോ കാണുമായിരിക്കും വീടിന്റെ അവസ്ഥ. കാരണം വൈറ്റ് വാഷ് അടിക്കുന്ന തവയല്ലേ. പക്ഷെ എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ ആദ്യമായിട്ടാ വീട്ടിൽ കൊണ്ടുള്ള തലേ ദിവസം ഒരു പണിയും ഇല്ലാത്ത രാത്രിയൊക്കെ. നിങ്ങൾ അതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. പക്ഷെ വന്നപ്പോ വിഷമിക്കണ്ട. എന്തോന്ന് സാധനം? അടുക്കള നമുക്ക് ടിന്നിനകത്തെല്ലാം കടുക് മല്ലി ജീരകം മേടിച്ചോ. മേടിക്കണം. ആരെയൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നാലും അവിടെ പിന്നെ ഇന്ന് പോയ കടയിലുണ്ട് എല്ലാം ഇഷ്ടം. ഒരു 6 ടിന്നുണ്ട്. ബാക്കിയുള്ള ടിന്നുകൾ മതിയെങ്കിൽ അവിടെ ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ കുപ്പികൾ. പുതിയ ടിന്നെടുക്കാൻ വേണ്ടി വണ്ടി വിളിച്ച് പോകാൻ പറ്റുമോ? അല്ല, അയ്യോ എന്തായാലും വരുന്നില്ലേ കുഞ്ഞാവ? ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. അത് കുഞ്ഞാവല്ലേ വരുന്നത്, അവൻ ബൈക്കിനല്ലേ വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ടാറ്റാ. ഇനി വീഡിയോ ആരും കുറ്റം പറയല്. ഇല്ലാത്ത സമയത്ത് അവിടെ ഇവിടെ അറ്റവും മൂലം എടുത്തു വെച്ച വീഡിയോ ആണ്. എല്ലാരും ഒന്ന് കാണാൻ കിട്ടുന്നല്ലാണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ശരി, ടാറ്റാ. നാളെ നിങ്ങൾ എന്നെ കേട്ടാ ഞെട്ടും. ചിലപ്പോ സാരി ഉടുത്തോണ്ട് ഞാൻ ഇറങ്ങും. ഞാൻ നോക്കും എന്നെ കൊണ്ട് നടക്കാൻ പറ്റും. ഒരു 10 സ്റ്റെപ്പ് നടക്കും. പിന്നെ ഞാൻ മടക്കി കുത്തി മാറ്റിട്ട് ചുരിദാർ ഇട്ടുണ്ട് എല്ലാ തവണയും. റെഡി ടു വെയർ ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. പിന്നെ സിമ്പിൾ അല്ലേ, അതെന്റെ കുഴപ്പമില്ല. ഉടുപ്പിച്ചാൽ അമ്മ ഉണ്ട്, അമ്മ ഉടുപ്പിച്ചോളൂ.
പക്ഷെ നടക്കണ ഞാൻ തന്നെ നടക്കണ്ടേ? അത് നടക്കണം. നോക്കാം. അപ്പൊ ടാറ്റാ പറ അങ്ങോട്ട്. നീ മരുന്ന് കുടിച്ചേച്ച് വീട്ടിലോട്ട് പോവുക. ഓക്കെ. ചുമക്കരുത് എന്ന് പറയും. കുഞ്ഞാവയുടെ അമ്മ ഗ്യാരണ്ടി പറഞ്ഞ മരുന്നാണ് ഇത്. കുടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും ചുമ മാറും. കുഞ്ഞാവ കൊടുത്തതാണ്. അമ്മ എനിക്കും വരുന്നതിന് ഒരേപോലത്തെ ചുമ മാറാൻ. വില്ലൻ ചുമ വില്ലത്തി ചുമ.